ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് റവയും മുട്ടയും വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള 4 മണിക്ക് കഴിക്കാൻ പറ്റും ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. ഈ ഒരു സ്നാക്ക് നമുക്ക് ഒരു മാസമൊക്കെ വെളിയിൽ വെച്ച് സൂക്ഷിച്ചാൽ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാനൊരു മീഡിയം സൈസിലെ ഒരു കോഴിമുട്ടയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പൊടിക്കാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തരിയായിട്ടായിരുന്നെങ്കിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂണോളം ഉള്ള ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു സ്നാക്കിന് നല്ലൊരു കളറിന് വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാമേ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു 1/4 കപ്പോളം ഉള്ള നമ്മളുടെ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു സ്നാക്കിന് സ്പെഷ്യൽ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യണേ. അതിനുശേഷം ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ച് ഒന്നും കൂടെ നല്ല രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, കുഴച്ച് ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു മുട്ടയുടെ നനവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റവ നല്ല രീതിയിൽ കുഴച്ചെടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് കുഴച്ച് ഇതേപോലെ ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് മുറുകിയിരിക്കണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മളൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ. ഈ ഒരു മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ കയ്യിൽ വെച്ച് ഇതേപോലെ ചെറിയ ബോൾസായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വേണം നമുക്കിതൊന്ന് ഒരു ചെറിയ ബോളാക്കി എടുക്കാനേ. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പം മതി. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ഇത് വറുത്തെടുക്കുമ്പോൾ അകമൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി ഒക്കെ വരണം. അപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇവിടെ ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതൊരു ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഓരോരോ ബോൾസായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പുറമേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അകമേ കുക്കാവത്തുമില്ല. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ കളറൊക്കെ ഒന്ന് ചേഞ്ചായി. ഈ ഒരു കളർ മതിയേ. നല്ല രീതിയിൽ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റും. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്ക് കണ്ട എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. കറക്റ്റാണ് ഈ ഒരു കളറും എല്ലാം കറക്റ്റാണ്. കാരണം ഒന്നും കൂടെ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കളറായി വരും. അപ്പോൾ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.